ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എയും ജെ.എം.എം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യ മുന്നണിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആകെയുള്ള 81 സീറ്റിൽ 70 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ എൻ.ഡി.എ 39 സീറ്റിലും ഇന്ത്യ സഖ്യം 37 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 25 സീറ്റിലാണ് ലീഡുള്ളത്. സഖ്യകക്ഷിയായ എ.ജെ.എസ്.യു.പിക്ക് 3 സീറ്റിൽ ലീഡുണ്ട്. മറുവശത്ത് ജെ.എം.എം 23 സീറ്റിലും കോൺഗ്രസ് 10 സീറ്റിലും ആർ.ജെ.ഡി 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സി.പി.ഐ.എം.എൽ 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ജെ.എം.എം 41 സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. സഖ്യകക്ഷികളായ കോൺഗ്രസ് 30 സീറ്റിലും ആർ.ജെ.ഡി 6 സീറ്റിലും സി.പി.ഐ.എം.എൽ 4 സീറ്റിലും ജനവിധി തേടി. എൻ.ഡി.എയിൽ നിന്ന് ബി.ജെ.പി 68 സീറ്റിൽ മത്സരിച്ചപ്പോൾ സഖ്യകക്ഷികളായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 10ഇടത്തും ജെ.ഡി.യു 2ഇടത്തും ലോക് ജനശക്തി പാർട്ടി 1ഇടത്തും മത്സരിച്ചു. ജാർഖണ്ഡിൽ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ്. നവംബർ 13-ന് 43 സീറ്റുകളിലും നവംബർ 20-ന് 38 സീറ്റുകളിലും വോട്ടെടുപ്പ് നടന്നു. ആകെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 67.74% പോളിംഗ് ആണ്. ഇത് 2019-ലെ തിരഞ്ഞെടുപ്പ് കണക്കുകളേക്കാൾ 1.65% കൂടുതലുമാണ്. അതേസമയം എക്സിറ്റ് പോളുകളിൽ മിക്കതും എൻ.ഡി.എക്ക് ഏകപക്ഷീയമായ ജയമാണ് സമ്മാനിച്ചിരുന്നത്. ഇതുപ്രകാരം ബി.ജെ.പി ശരാശരി 42 മുതൽ 47 സീറ്റുകളും ജെ.എം.എം നയിക്കുന്ന ഇന്ത്യ ബ്ലോക്ക് 25 മുതൽ 30 സീറ്റുകളും നേടുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ ഹരിയാനയിലേതിന് സമാനമായി എക്സിറ്റ് പോളുകൾ ജാർഖണ്ഡിലും തെറ്റുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ബർഹൈത്തിൽ സിറ്റിംഗ് എം.എൽ.എയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ലീഡ് ചെയ്യുകയാണ്. ഗാംലിയൽ ഹെംബ്രോ ആണ് ഇവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. ഗണ്ടയിൽ കൽപ്പന സോറനും മുന്നിലാണ്. തെറൈക്കലയിൽ മുൻ മുഖ്യമന്ത്രി ചമ്പായി സോറനും ജെ.എം.എം നേതാവ് ഗണേഷ് മഹാലിയും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ച് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നയിക്കുന്ന മഹായുതി സഖ്യത്തിന് വൻ കുതിപ്പ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 130ഓളം സീറ്റിന് മുകളിലാണ് എൻ.ഡി.എ ലീഡ് ചെയ്യുന്നത്. അതേസമയം കനത്ത നിരാശയിലാണ് എം.ഡി.എ ക്യാമ്പ്. വോട്ടെണ്ണൽ തുടങ്ങി 1.5 മണിക്കൂർ പിന്നിടുമ്പോഴും വെറും 32ഓളം സീറ്റുകളിൽ മാത്രമാണ് എം.ഡി.എക്ക് ലീഡുണ്ടായിരുന്നത്. മറ്റുള്ളവർ 8 സീറ്റുകളിൽ ലീഡ് ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ ഇക്കുറി എം.ഡി.എക്കും എൻ.ഡി.എക്കും അഭിമാന പോരാട്ടം തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി സഖ്യം തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയത്. ലോക്സഭയിൽ ബി.ജെ.പിയുടെ കോട്ടകളെല്ലാം തകർത്ത് 25 സീറ്റുകൾ നേടാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 12 സീറ്റുകളുടെ നഷ്ടമായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. ഈ നേട്ടം ആവർത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു എം.ഡി.എ ക്യാമ്പിന്റെ വിലയിരുത്തൽ.